നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പ് USA ഒർലാൻഡോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യ ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഇന്ന് 4 താരങ്ങൾ കൂടി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ബുധനാഴ്ച യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ജേതാക്കളായവർ ടീമിനോടൊപ്പം ചേരും. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ വിശദമായിട്ട് തന്നെ ക്യാമ്പിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യഘട്ട ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. എന്നിട്ട് താരങ്ങൾക്ക് ഒരു വിശ്രമം കൊടുത്തിരിക്കുകയാണ്, ഓഫ് ഡേ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നു. ഇന്നലത്തോടുകൂടിയാണ് ആദ്യഘട്ടം അവസാനിപ്പിക്കുന്നത്. അപ്പം ഡൊറിവാൾ ജൂനിയറിൻ്റെ കീഴിൽ 17 താരങ്ങളാണ് പ്രാക്ടീസ് ചെയ്തത്. ഗബ്രിയൽ മെഗലസ് ടീമിനോടൊപ്പം ഉണ്ടെങ്കിലും പരിക്കായതുകൊണ്ട് അദ്ദേഹം പ്രാക്ടീസ് നടത്തിയിട്ടില്ല, ഫീൽഡിൽ പ്രാക്ടീസ് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറിയാണ്. ഇനി അടുത്ത വർക്ക് ആരംഭിക്കുന്നത് ട്യൂസ്ഡേ മുതലാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന താരങ്ങളെത്തും. 4 താരങ്ങൾ കൂടി ടീമിനോടൊപ്പം ചേരും. അതുകൂടാതെ ഒരാൾ കൂടി വരും. അപ്പോൾ നമുക്കറിയാം ബ്രസീലിയൻ ലീഗിൽ കളികൾ പുരോഗമിക്കുകയാണ്. കോപ്പ അമേരിക്കയുടെ സമയത്തും കളി തുടരും. അവിടെ അങ്ങനെയാണല്ലോ കലണ്ടർ. അപ്പോൾ ആ ലീഗിൽ കളിക്കുന്ന 4 താരങ്ങൾ കൂടി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്ന് മാത്രമല്ല, എഡേഴ്സൺ ടീമിനോടൊപ്പം എത്തും. എഡേഴ്സൺ എന്ന് പറയുമ്പോൾ അറ്റ്ലാന്റയുടെ എഡേഴ്സനാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് ഈ സൺഡേ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എത്തുകയാണ്. ചൊവ്വാഴ്ചയോടുകൂടി അദ്ദേഹം ടീമിനോടൊപ്പം എത്തും. പിന്നെ വീണ്ടും ബാക്കി താരങ്ങൾ വരാനുണ്ടല്ലോ. അത് മറ്റാരുമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ചിട്ടുള്ള, കിരീടം ചൂടിയിട്ടുള്ള മിലിറ്റാവോ, റോഡ്രിഗോ, വിനി തുടങ്ങിയ റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളാണ്. അപ്പോൾ ആ താരങ്ങൾ കൂടി ബുധനാഴ്ച എത്തുന്നതോടുകൂടി ടീമിൻ്റെ ഫുൾ സ്ട്രെങ്ത് ആ ഒരു ക്യാമ്പിലേക്കാവും. ഇപ്പോൾ 4 ദിവസത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഇന്നത്തെ ദിവസം താരങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. നാളെ മുതൽ വീണ്ടും ഡൊറിവാൾ ജൂനിയറുടെ കീഴിൽ പുതിയ തന്ത്രങ്ങൾ പഠിച്ചെടുക്കാൻ കാനറി കിളികൾ കളിക്കളത്തിലേക്ക്, ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് എത്തും. അവരുടെ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ജൂൺ 8-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 9 പുലർച്ചെ 6 മണിക്കാണ് ബ്രസീൽ മെക്സിക്കോക്കെതിരെ കളിക്കുന്നത്. അതിനുശേഷം ജൂൺ 12-നാണ് രണ്ടാമത്തെ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 13 പുലർച്ചെ 4:30-നാണ് ബ്രസീൽ USA ക്കെതിരെ കളിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.